മുനമ്പം ഭൂമി പ്രശ്നം പഠിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ പരിശോധിക്കുക രണ്ട് പ്രധാന വിഷയങ്ങളാണ്. പരിഗണനാ വിഷയങ്ങളും 3 മാസത്തെ കാലപരിധിയും തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കി. തിയോഫിൻ നൽകും സമഗ്രമായ വിവരങ്ങൾ. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമാണ് സർക്കാർ മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം 3 മാസത്തിനകം ആവശ്യമായ പരിശോധനകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ വളരെ കുറഞ്ഞൊരു കാലാവധിയാണെങ്കിൽ കൂടി ഇതിനുള്ളിൽ തന്നെ എല്ലാവരും സഹകരിച്ചാൽ, പ്രത്യേകിച്ച് ഈ മുനമ്പത്ത് താമസിക്കുന്നവർ, ആരെയാണോ ഈ വിഷയം ബാധിക്കുന്നത് അവർ ഒരുമിച്ചാൽ, അല്ലെങ്കിൽ അവർ വേണ്ട രീതിയിൽ അതുമായി ബന്ധപ്പെട്ടവർ സഹകരിക്കുകയാണെങ്കിൽ വളരെ വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തിയാക്കി ആവശ്യമായ പഠനങ്ങളും രേഖകൾ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസിൽ സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം 3 കാര്യങ്ങളാണ്. ഒന്ന്, രാജഭരണകാലത്തുള്ള ഭൂമിയാണ്. ആ ഭൂമിയുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് കൃത്യമായി തന്നെ കമ്മീഷൻ പരിശോധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ രേഖകൾ താമസക്കാരുടെ കൈവശം രേഖകളുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അതോടൊപ്പം തന്നെ താമസക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണം, അതിനുവേണ്ട നടപടികൾ, ഇതിനായി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ എന്താണ് എന്നതുകൂടി നിർദ്ദേശം നൽകുക. ഇത്തരം കാര്യങ്ങളാണ് കമ്മീഷൻ്റെ ചുമതലയിലുള്ളത്. എന്തായാലും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ നിരവധി പേർ, 600-ലധികം പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം, അല്ലെങ്കിൽ ഈ വഖഫ് വിഷയം ബാധിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെയായി കണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക പ്രായോഗികമാവില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പായി ഓരോ പ്രത്യേക വിഷയങ്ങളിൽ ഓരോ ഗ്രൂപ്പായി തിരിച്ച് അവരുടെ ഒരുമിച്ച് ഒരു പ്രതിനിധിയെ കണ്ട് അവർക്ക് അറിയാനുള്ള കാര്യങ്ങൾ അറിയുക, അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുക തുടങ്ങിയ നടപടികൾ, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും കമ്മീഷൻ മുന്നോട്ട് പോവുക എന്നാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാവും. ആദ്യമായി ഇതിന് വേണ്ടത് ഈ റവന്യൂ രേഖകൾ പരിശോധിക്കുകയാണ്. ഇതിന് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ സഹായം ഉണ്ടാവണം. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വേഗം നടക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ നമ്മളോട് പങ്കുവച്ചത്.